മാങ്കൂട്ടത്തിനെ പാർട്ടി നേരത്തെ പുറത്താക്കിയതാണ്. അദ്ദേഹം ഇനി എന്ത് ചെയ്താലും അതിൽ പാർട്ടി മറുപടി പറയേണ്ട ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയത്ത് ഞങ്ങളത് പ്രയോഗിച്ചു. കൂട്ടത്തിൽ നിർത്താൻ പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് പുറത്താക്കിയത്. ഉയരുന്ന പരാതികളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല. ഇനിയുള്ളത് സർക്കാരും പോലീസും തീരുമാനിക്കട്ടെ എന്നും മുരളീധരൻ പറഞ്ഞു. വടക്കൻപാട്ടിൽ ഉദയനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ഇനിയും എവിടെയെങ്കിലുമൊക്കെ ചാടിയാൽ ഞങ്ങൾക്കെന്താ ഉത്തരവാദിത്തമെന്നും മുരളീധരൻ ചോദിച്ചു. ഇത് ജനങ്ങളെ സേവിക്കാനുള്ള പാർട്ടിയാണ്, മറ്റ് കളരിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതില്ല എന്നും മുരളീധരൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു പരാമർശമാണ് കെ മുരളീധരൻ്റെ ഭാഗത്തു നിന്നും വന്നത്. ബ്രഹ്മാസ്ത്രം ഞങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നു, അതുടനുണ്ടാകുമെന്നുള്ള ഒരു പ്രതികരണം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതിന് നിമിഷങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് കെ മുരളീധരൻ നടത്തിയിരുന്നു. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതും നമ്മൾ കണ്ടു. ആ ബ്രഹ്മാസ്ത്രം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുക എന്നുള്ളതാണ്. ആ വേണ്ട സമയത്ത് തങ്ങൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. വടക്കൻപാട്ടിൽ പറയുന്ന പോലെ ഉദയനൻ ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ ഇനിയും എവിടെയെങ്കിലുമൊക്കെ ചാടിയാൽ ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം എന്നാണ് മുരളീധരൻ ചോദിക്കുന്നത്. അത് ന്യായമായൊരു ചോദ്യമാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അപ്പോൾ നിലവിൽ പാർട്ടിയിൽ അംഗമല്ലാത്ത ഒരാൾ എന്ത് ചെയ്താലും തങ്ങൾക്ക് എന്ത് ഉത്തരവാദിത്വം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അത്രത്തോളം തുറുപ്പ് ചീട്ടായി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ മുൻനിർത്തിയ അല്ലെങ്കിൽ മുന്നിലേക്ക് ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത്. ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് വരാനുണ്ട്. ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കാനിരിക്കുന്നു. അപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥിയെയും കൊണ്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ തിരിച്ച് അവിടുത്തെ ജനങ്ങൾ നിങ്ങൾ കൊണ്ടു നിർത്തി നിങ്ങൾ ജയിപ്പിച്ച MLA അല്ലേ ഈ കാര്യങ്ങളെല്ലാം കാട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകളോട് ഇത്രയും അതിജീവിതകളോട് ഈ ക്രൂരതയെല്ലാം കാട്ടിയത് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയുമെന്നുള്ള ഒരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇനിയുള്ളത് സർക്കാരും പോലീസും തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് മുരളീധരൻ വ്യക്തമാക്കുന്നത്. കൂടെ നിർത്താൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് പുറത്താക്കി. ഉയരുന്ന പരാതികളിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല എന്നും കൂടി കോൺഗ്രസ് മുതിർന്ന നേതാവ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നു.